നമസ്തേ ഛാത്രോ. ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹെ എന്ന ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ജമീൻ എന്ന് വെച്ചാൽ ഭൂമി ഒരു സ്ലേറ്റിൻ്റെ പേരാണ്. ചാപ്റ്ററിൻ്റെ പേരിൻ്റെ അർത്ഥം കുറച്ചുകൂടി നമുക്ക് ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. നമുക്ക് ശ്രദ്ധിക്കാം. 30 അപ്രിൽ കോ മേരി തദർഫ് സേവ സമാപ്ത് കർ ദി ഗയി. ഏപ്രിൽ 30 എൻ്റെ താൽക്കാലിക ജോലി അവസാനിച്ചു. ഔർ മൈ ബോരിയ ബിസ്തർ സമേറ്റ് കർ അമ്മ സഹിത് ബിലാസ്പൂർ ആ ഗയാ ഥ. ഞാൻ എൻ്റെ പെട്ടിയും കിടക്കയും എല്ലാം മടക്കിയെടുത്ത് അമ്മയോടൊപ്പം ബിലാസ്പൂരിൽ എത്തി. ചോട്ടാ ഭായ് ഗുഡു ലിവാനെ ആയാ ഥ. ഇളയ സഹോദരൻ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട്. താക്കി സാമാൻ ലാനേമേം അകേലെ മുച്ചെ കഠിനായി ന ഹോ. അതായത് നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളയ സഹോദരൻ വന്നത്. സാമാൻ ലാന ഇസ്ലിയെ ജറൂരി ഥാ कि अगले वर्ष पुनः साक्षात्कार में मैं चुन ही लिया जाऊँ इसकी ഗ്യാരണ്ടി नहीं थी. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന കാര്യമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഈ ടെമ്പററി ജോബിന് വീണ്ടും ഇൻ്റർവ്യൂ നടക്കും. പുനഃ സാക്ഷാത്കാർ, വീണ്ടും ഇൻ്റർവ്യൂ നടക്കുമ്പോൾ मैं ही चुन लिया जाऊँ, ഞാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടും, इसकी ഗ്യാരണ്ടി नहीं थी എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല, അല്ലെങ്കിൽ ഉറപ്പില്ല. അതുകൊണ്ടാണ് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ മടങ്ങി വന്നത്. ബിലാസ്പൂർ കെ ഘർ में താല ലഗാക്കർ സാര പരിവർ ഗാവ് പഹുഞ്ച. ബിലാസ്പൂരിലെ വീട്ടിന് താഴിട്ട് പൂട്ടിയ ശേഷം എൻ്റെ കുടുംബം മുഴുവൻ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. മനസ്സിലായല്ലോ. അതായത് താൽക്കാലിക ജോലി അവസാനിപ്പിച്ചിട്ടാണ് ബിലാസ്പൂരിൽ വന്നത്. അവിടുന്ന് സാധനങ്ങളെല്ലാം പറക്കി കെട്ടിയെടുത്ത് ഗ്രാമത്തിലേക്ക് എത്തുന്നു. ബിലാസ്പൂരിലെ വീട്ടിൽ താഴിട്ട് പൂട്ടിയിട്ടാണ് വരുന്നത്. അരസേക്കെ ബാദ് ഗാവ് കെ ഘർക്കി ലിപായി പുതായി കി ഗയി. അതായത് വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ വീട്ടിൽ ലിപായി പുതായി, അതായത് പൂശലും വെള്ളയടിയും, അതായത് വീട് നല്ല വൃത്തിയാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീട് നന്നായിട്ട് സിമൻ്റൊക്കെ തേച്ച് വെള്ളയടിച്ച് പുതുക്കിയെടുക്കുന്നു. ബഹുത്ത് ദൗഡ് ഭാഗ് കെ ബാദ്, ഒരുപാട് ഓടി നടന്നതിന് ശേഷം ജമീൻ കാ ഖരീദാർ മില, ഭൂമിയെ വാങ്ങാനായിട്ടൊരാളിനെ കിട്ടി. 12,000 പ്രതി ഏക്കർ കി ദർസെ, അതായത് 12,000, ഒരു ഏക്കറിന് 12,000 എന്ന നിരക്കിന് ജയ്സേക്ക് അനുമാൻ ഥ, നമ്മൾ കരുതിയ പോലെ തന്നെ. അതായത് വലിയ വിലയൊന്നുമില്ല, ഇവിടുത്തെ പോലെ നല്ല വിലയൊന്നും ഉള്ളതല്ല. ഒരു ഏക്കറിന് 12,000 എന്നുള്ള രീതിയിൽ വാങ്ങാനായിട്ട് ഒരാളിനെ കിട്ടി. കുച്ച് ഔർ കീമത്ത് ആ ശക്തി ധി, കുറച്ചുകൂടെയൊക്കെ വില കിട്ടുമായിരുന്നു. മഗർ മസ്ബൂയി ക ഫയദ സഭി ഉടാത്തെ, അതായത് നമുക്ക് ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. ഹമാരെ പാസ് സമയനധി, നമുക്ക് സമയം വളരെ കുറവായിരുന്നു. ഷാദിക്ക് തയ്യാറിയും ശുരു കർണി ഥി, വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തണമായിരുന്നു. ഭവിഷ്യനിധി സെ ഭി കുച്ച് 1000 റുപ്പയെ പിതാജി നികാൽ ആയേ ഥേ. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും കുറച്ച് പൈസയൊക്കെ അച്ഛൻ കൊണ്ടുവന്നിരുന്നു. ദീദി ബഹുത്ത് ഭാവുക് ഹോ ഗയി ഥി, സഹോദരിയാണെങ്കിൽ വളരെ ഭരിത, അതായത് വളരെ വിഷണ്ണയാണ്. അവർ ബാദ് മേ റോ പട്ടി ഥി, ഇടയ്ക്കിടെ വിവാഹമൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോകുമല്ലോ എന്ന് കരുതി ഓർത്ത് കരയുന്നുകൊണ്ട്. മണ്ഡപ് ലഗാ ദിയാ ഗയാ ഥ, മണ്ഡപമൊക്കെ റെഡിയാക്കി. ഷാദിക്ക് കാർഡ് ഛപ്പ് ഗയെ, കല്യാണ കത്തൊക്കെ അച്ചടിച്ചു. മെഹ്മാൻ ആനെ ലഗെ, അതിഥികൾ വരാൻ തുടങ്ങി. ഹൽദി തേൽ ചടാന ശുരു ഹോ ഗയ, അതായത് മഞ്ഞളും ചന്ദനമൊക്കെ പൂശുന്നൊരു ചടങ്ങുണ്ട്, അതൊക്കെ ചെയ്തു. ഹം സബ് വ്യവസ്ഥ സെ സന്തുഷ്ട ഥേ പർ മൻ ജൈസെ അഭി സെ ഖാലി ഖാലി ഔർ ഉദാസ് ഥി. ഈ പറഞ്ഞ നമ്മുടെ ഈ സിസ്റ്റംസിനോടൊക്കെ കല്യാണം നടക്കാൻ പോകുന്നതിന് ഓർത്ത് എല്ലാവർക്കും വളരെ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിൽ എന്തോ ഒരു അകാരണമായിട്ടുള്ളൊരു വിഷമം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. ജോ ഉപസ്ഥിത് ഥാ ഉസ്കി അനുപസ്ഥിതി അഭി സെ ദിൽ മേ ഘർ കർ ഗയി ഥി. എന്തോ പ്രസൻ്റ് ആയിരിക്കുന്ന എന്തോ ഒരു സാധനം നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു വിഷമമാണ്. ജിസ് ദിൻ ജമീൻ കി രജിസ്ട്രി ഹോനി ഥി, ഏത് ദിവസമാണോ വിവാഹത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കേണ്ടിയിരുന്നത്, उसके एक दिन पहले पिताजी ने मुझे अपने साथ खेत चलने को कहा. ആ രജിസ്ട്രേഷൻ, അതായത് മറ്റൊരാൾക്ക് വിൽപ്പന നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ജമീൻ പോകുന്നതിൻ്റെ ഒരു വിഷമമാണ് മനസ്സിലുള്ളത്. അപ്പോൾ ആ രജിസ്ട്രേഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം അച്ഛൻ എന്നോട് തൻ്റെ കൂടെ ഒന്ന് ആ വിൽക്കുന്ന സ്ഥലത്തേക്ക്, പാടത്തേക്ക് വരാനായിട്ട് പറഞ്ഞു.
ഘർ മേ മെഹ്മാൻ थे, വീട്ടിൽ അതിഥികളൊക്കെ വരുന്നുണ്ട്. അവർ വിവാഹ സെ സംബന്ധിത് ജറൂരി കാം थी, വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. മയം കാര്യം, അതിഥികളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ അവരെ സ്വീകരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. മയം ഈസ് അപ്രത്യാശിത് പ്രസ്താവ് സെ സഭി സെ കുച്ച് ചകിത് ഹുവ, അച്ഛൻ ഈ എന്താണ് പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു കാരണം ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് എനിക്കും അതിശയം തോന്നി. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? ഏക് ദോ ദിൻ ബാദ് കഭി ചലേങ്കെ പിതാജി കുച്ച് ഫുർസത്ത് മേ, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ, നമുക്ക് ഒരു ചാൻസ് അവസരം കിട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അഭി തോ ഇപ്പം തന്നെ കൽ രജിസ്ട്രി കെ ബാദ് വ ജമീൻ അപ്പനി കഹാ രഹ ജായേഗി, നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി നമ്മുടേതാണോ? അത് മറ്റാരുടെയെങ്കിലും അല്ലേ? ഫിർ ദൂസറോം കി ജമീൻ മേ ക്യാ ജാനാ ഹൈ, പിന്നെ മറ്റുള്ളവരുടെ ഭൂമിയിലേക്ക് നമ്മളെന്തിനാണ് പോകുന്നത്? വേ ധീരെ സെ ബോലെ, അദ്ദേഹം വളരെ സൗമ്യമായിട്ട് പറഞ്ഞു. യഹ് വാക്യം മുച്ചി ആഹത് കർ ഗയ, അച്ഛൻ്റെ ആ വാക്കുകൾ എന്നെ മുറിവേൽപ്പിച്ചു. കാര്യം, ഇത്രയും കാലം നമ്മൾ സൂക്ഷിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു വസ്തു പെട്ടെന്ന് നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, ആ ഭൂമിയിൽ എഴുതപ്പെട്ട ആ പേര്, അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ പേരുകൾ ഫലമാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് അത്രത്തോളം വിഷമം. ഇപ്പോൾ തൻ്റെ കയ്യിലുള്ള ആ ഭൂമി നഷ്ടപ്പെടുമ്പോഴത്തേക്കുണ്ടാകുന്ന ആ വിഷമമാണ് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഉൻകി പീഡാമയ സമച്ച് രഹാ ഥാ, അച്ഛൻ്റെ വേദന എനിക്ക് മനസ്സിലായി. മുझे ബഹുത്ത് അച്ഛാ നഹി ലഗ് രഹാ ഥാ, എനിക്ക് ഒരുപാട് നല്ലതുപോലെ ആ കാര്യം, ഈ പറഞ്ഞ സിറ്റുവേഷനോട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ സന്തോഷമൊന്നും തോന്നിയില്ല, വളരെ വിഷമമാണ് തോന്നിയത്. ഖേത്തോ മേ പഹുഞ്ച് കർ വേ സൂര്യാസ്ത് തക്ക് ഉൻ ഖേത്തോ മേ ടഹൽത്തെ രഹെ ജോ ബിക്കനെ വാലേ ഥേ, പാടത്തെത്തിയ ശേഷം അദ്ദേഹം സൂര്യൻ അസ്തമിക്കുന്നത് വരെ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് ചെയ്തത്. കാരണം ഖേത്തോമേ ടഹൽത്തെ രഹെ, ഉലാത്തിക്കൊണ്ടേയിരുന്നു. ജോ ബിക്കിനെ വാലേ ഥേ, ഒരു വിൽപ്പനക്കാരൻ എന്ന നിലയ്ക്ക്, അതായത് അദ്ദേഹം തൻ്റെ ഭൂമി ഇത്രയും കാലത്തെ കഷ്ടപ്പാട് വിറ്റുപോവുകയാണ്. ആ വിഷമം അദ്ദേഹം മറ്റുള്ളവരും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തി നടക്കുകയാണ്. വേ ഖാമോച്ച് ഥേ, അദ്ദേഹം വളരെ സൈലൻ്റാണ്, ആരോടും സംസാരിക്കുന്നില്ല. കുച്ച് ബോൽ നഹി രഹേ ഥേ, ഒന്നും സംസാരിക്കുന്നില്ല. മഗർ ഉൻകെ ഭീതർ കാ ഹഹാകാർ മേരി സമജ് മേം ആ രഹാ ഥാ, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേദന, ആ വേദനയുടെ മുറവിളി അതെനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മേനെ ചുക്ക് കർ മിട്ടി കൊച്ചുവ, ഞാൻ കുനിഞ്ഞ് ആ മണ്ണിൽ സ്പർശിച്ചു. ചുപ് ചാപ്പ്, ഒന്നും മിണ്ടിയില്ല. പിതാജിക്ക് ദേഖേ ബഗേർ, ഞാൻ അച്ഛനെ നോക്കിയില്ല, അതിന് പകരം ആ മണ്ണിലേക്കാണ് എൻ്റെയും ദൃഷ്ടി പതിഞ്ഞത്. അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ക്യാ ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹെ ജിസ് പർ ഹമാരെ ബച്പൻ കി കവിത ലിഖി ഹെ, എന്താ ഭൂമി ഒരു സ്ലേറ്റിൻ്റെ പേരാണോ? ആ സ്ലേറ്റിലാണോ നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കഥകളും രചിക്കപ്പെട്ടിരിക്കുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത്? പണ്ട് കുഞ്ഞിലെ നമ്മൾ ഓരോ സ്ലേറ്റിൽ ഓരോ കാര്യങ്ങൾ എഴുതി മായ്ച്ചു കളയുന്നത് പോലെ ഈ നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിലായിരിക്കും നമ്മുടെ ജീവിതകാലം. അത്രയും കാലം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെ കുട്ടിക്കാലമാണ്. ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ സ്ലേറ്റിലായിരിക്കും എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനും അത് മറക്കാനാവുന്നില്ല. യാ ഷായദ് ഏക് ഫൂൽ കാ നാം ഹെ ജിസ്കെ രംഗ് മേ ഹമാരെ രക്ത് കി ചമക് ഹെ, അതോ നമ്മുടെ രക്തത്തിൻ്റെ ചുവപ്പ് അടങ്ങിയ ഒരു പുഷ്പത്തിൻ്റെ പേര് പോലെയാണോ? അത് ഒരു ഉപമ പറഞ്ഞിരിക്കുന്നതാണ്. അഗ്ലെ ദിൻ രജിസ്ട്രി തക് പിതാജി ഖാമോശ് രഹെ, അടുത്ത ദിവസമാണ് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കേണ്ടത്. ആ രജിസ്ട്രേഷൻ നടക്കുന്ന സമയം വരെയും അച്ഛൻ ഖാമോശ് രഹേ ഥേ, അച്ഛൻ വളരെ നിശബ്ദനായിരുന്നു. ബസ് ഹൂം ഹാം കർത്തേ ഹുയെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മൂളുക മാത്രമാണ് മറുപടി. മൂളി ആ എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മെഹ്മാനോ കെ സാമനെ ഭി ഔപചാരികത നിഭാന കഠിൻ ഹോ ഗയാ ഥാ, ഇത് വിവാഹ വീടാണ്, അപ്പോൾ ഒരുപാട് അതിഥികളൊക്കെ എത്തുന്നുണ്ട്. ആ അതിഥികളുടെ മുന്നിൽ പോലും അദ്ദേഹം ഒരു ഔപചാരികമായിട്ടെങ്കിലും അവരോട് സംസാരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഔപചാരികമായിട്ട് സംസാരിക്കുക പോലും അദ്ദേഹത്തിനെ കൊണ്ട് അസാധ്യമായിരുന്നു, അത്രയ്ക്ക് വേദനാജനകമായിരുന്നു. കൈഷ് ഗിൻകർ ലേ ലിയാ ഗയ, ഭൂമി രജിസ്ട്രേഷൻ നടന്നു.
അതിൻ്റെ ക്യാഷ് കിട്ടി. ആ ക്യാഷ് ഗിൻകർ ലേ ലിയാ ഗയ. എണ്ണിയൊക്കെ നോക്കി. പിതാജീനെ രജിസ്ട്രി കെ കാഗ്സാത്ത് പർ ഹസ്താക്ഷർ കർ ദിയെ. അദ്ദേഹം രജിസ്ട്രേഷൻ ചെയ്യേണ്ട കടലാസുകളിലെല്ലാം ഒപ്പുവയ്ക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വേദന, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കുഞ്ഞിലെ മുതൽ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ വീട്ടിൽ ജീവിച്ചു വരുമ്പോൾ അവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. മൈ ജമീൻ നഹീം ബേച്താഹൂം ഹൃദയ്. ഞാൻ ഭൂമിയല്ല വിൽക്കുന്നത് എൻ്റെ ഹൃദയമാണ്. അപ്നെ ഛാത്തി സേ കാട്ട് കർ. അതും എൻ്റെ നെഞ്ചത്തൊന്ന് പറിച്ചു കൊടുക്കുകയാണ്, വെട്ടിമാറ്റി കൊടുക്കുകയാണ്. അതെൻ്റെ ഹൃദയം പോലെ എനിക്കിഷ്ടമായിരുന്നു എൻ്റെ ഭൂമി. ജിസ്പർ ഗിർക്കർ ഛിലെ മേരെ ഖുഡ്നെ. ആ ഭൂമിയിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പലതവണ വീഴുകയും എൻ്റെ മുട്ടുകൾ മുറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഉസ് ധൂൽ ഔർ ഉസ് രക്ത് കാ പ്യാർ മൈ ബേച്താ ഹൂം. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് വീണ് എൻ്റെ ശരീരത്തിൽ ദേഹമാസകലം പൊടി പറ്റുകയൊക്കെ ചെയ്ത, എൻ്റെ മുട്ടൊക്കെ മുറിഞ്ഞ് ആ പ്രദേശത്തെ മണ്ണിലൊക്കെയാണ് ഞാൻ വീണിട്ടും കൈകാലുകളൊക്കെ മുറിഞ്ഞിട്ടുമൊക്കെ ഉള്ളത്. അതിൻ്റെ എല്ലാം ആ സ്നേഹമാണ് ഞാൻ വിൽക്കുന്നത്. മൈ ബേച്താ ഹൂം പാനി മീൻ ഡൂബി ധാൻ ഗി ജഡോം കി ഗീലി സുഗന്ധ്. അതായത് ആ വെള്ളത്തിൽ കുതിർന്ന എൻ്റെ കൃഷിയുടെ സുഗന്ധം, ആ വെള്ളത്താൽ മണ്ണ് നനയുമ്പോഴുണ്ടാകുന്ന ഒരു സുഗന്ധം നമുക്ക് ഒരു പാടത്തൂടി നടക്കുമ്പോൾ ആ സുഗന്ധം അനുഭവിക്കാൻ സാധിക്കും. അപ്നി സാസോ സേ ചീൻ കർ മേ പേട് കി തര കാട്ട് കർ ഗിർത്താ ഹൂം. എൻ്റെ ശ്വാസം എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ ഞാനൊരു വൃക്ഷത്തെ വെട്ടിമാറ്റുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലാണ്. ആ വൃക്ഷം നശിക്കുമ്പോഴുണ്ടാകുന്ന, എൻ്റെ ശ്വാസം അടർന്നു പോകുമ്പോഴുണ്ടാകുന്ന ദുനിയാക്കെ ഹാത്മേം ബേമോൽ മേഘ് കി തര ബരസ്കർ ഹോത്താഹും. അതായത് ലോകമാകുന്ന മാർക്കറ്റിൽ യാതൊരു വിലയും ഉണ്ടാവില്ല. പക്ഷേ നിസ്സാരമായ യാതൊരു മൂല്യവുമില്ലാതെ പെയ്ത് ഇറങ്ങുന്ന മഴ പോലെ ഖാലി മൈം ജമീൻ നഹി ബേച്താഹൂം ആംഖേം. ഞാൻ വെറും ഒഴിഞ്ഞ എൻ്റെ ഭൂമിയല്ല വിൽക്കുന്നത്, എൻ്റെ കണ്ണുകളാണ് ഞാൻ വിൽക്കുന്നത്. ഔർ ജൽ ഔർ സ്വപ്ന സേ ഭരി ഹുയി അപ്നി ദോ അദദ് ആംഖേം. അതായത് ജലവും കണ്ണുനീരും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം നിറഞ്ഞ രണ്ട് ശരിക്കും പറഞ്ഞ അന്ധമായ കണ്ണുകൾ ആണ് ഞാൻ വിൽക്കുന്നത് ഈ അവസരത്തിൽ. ബേട്ടി കെ വിത, അത് അത്രയും വരികളെന്ന് പറഞ്ഞാൽ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത രൂപേണ എഴുതിയിരിക്കുന്നതാണ്. ബേട്ടി കെ വിത ഹോനെ മേം അഭി 2-4 ദിൻ വക്ത് ഥ. മകളെ യാത്ര അയക്കുന്നതിന് ഇനിയും 3-4 ദിവസം ബാക്കിയുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള വിവാഹമല്ല. വരനും സംഘവും എത്തി വിവാഹം കഴിഞ്ഞ് വധുവിൻ്റെ ഗ്രഹത്തിൽ താമസിക്കുകയും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും കൊണ്ടുപോകുന്നതിന് വേണ്ടി 3-4 ദിവസം ബാക്കിയുണ്ട്. മഗർ ജമീൻ കി വിദായി ആജ് ഹി ഹോ രഹി ഥി. അപ്പോൾ മകളുടെ വിടവാങ്ങലിന് ഇനിയും 3-4 ദിവസം ബാക്കിയുണ്ട്. എന്നാൽ ഭൂമിയുടെ വിടവാങ്ങൽ ചടങ്ങ് ഇന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ ആ ഭൂമി എന്നെ വിട്ടു പോവുകയാണ്. പിതാജിക്ക് സൂഖേ ആസുവോ കോൻ ദേഖ് സക്താ ഥാ. അച്ഛൻ്റെ നനഞ്ഞ കണ്ണുനീരിവിടെ ആര് കാണാൻ? കോൻ സുൻ സക്താ ഥാ ഉസ്കെ നിശബ്ദ വിലാപ് കോ. അച്ഛൻ്റെ ആ നിശബ്ദമായ വിലാപം ഇവിടെ ആര് കേൾക്കാൻ? അദ്ദേഹത്തിന് മാത്രമേ ആ ശരിക്കുമുള്ള വേദന മനസ്സിലാവുകയുള്ളൂ. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ജമീൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന മനസ്സിലായി എന്ന് കരുതുന്നു. ഏകാന്ത് ശ്രീവാസ്തവയാണ് ഇത് എഴുതിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സൊക്കെ പിന്നാലെ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്.